വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ റോജി സെബാസ്റ്റ്യൻ. ലോകം മുന്നോട്ടുള്ള കുതിപ്പിലാണ്. ആഗോളവൽക്കരണം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള അകൽച്ച ഇല്ലാതാക്കി. സാങ്കേതികവിദ്യയുടെ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുവാൻ പറ്റുന്നതിനപ്പുറത്തുള്ള മാറ്റങ്ങൾ വരുത്തി. കരിക്കൻ വെള്ളത്തിൻ്റെ സ്വാദ് ഉണ്ടായിരുന്ന നമ്മുടെ ബാല്യത്തിന് ഇന്നത്തെ ബാല്യത്തിൻ്റെ രുചികൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ പലതും നല്ലതാണ്, ആവശ്യവുമാണ്. എങ്കിലും എവിടെയൊക്കെയോ ഒരു വിള്ളൽ, എവിടെയൊക്കെയോ ഒരു അസ്വാഭാവികത അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? നമ്മുടെ സാമൂഹിക ഘടനയ്ക്ക് സാരമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. സമൂഹത്തെ മുഴുവൻ തകർത്തെറിയുന്ന ഒരു വിപത്ത് നമ്മുടെ നാട്ടിൽ ആഴത്തിൽ വേരുകൾ പടർത്തിയിരിക്കുന്നു. യുവത്വം ഇന്ന് പല ലഹരികൾക്കും അടിമയാണ്. ഈ അടുത്ത കാലത്ത് കാണാനിടയായ ഒരു വീഡിയോ ഓർമ്മയിൽ വരുന്നു. അമ്മ അടുക്കളയിൽ ഉച്ചയൂണിനുള്ള കറി ഉണ്ടാക്കുകയാണ്. താൻ ഉണ്ടാക്കിയ കാബേജ് തോരൻ ഉപ്പുണ്ടോ എന്ന് നോക്കുവാൻ അമ്മ തൻ്റെ 8ാം ക്ലാസ്സുകാരൻ മകനെ വിളിച്ചു. അവൻ്റെ കൈവെള്ളയിൽ കുറച്ച് കാബേജ് തോരൻ ഇട്ടുകൊടുക്കുന്നു. മകൻ ആ കാബേജ് തോരൻ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുന്നു. എന്നിട്ട് ആ 13കാരൻ അത് 2 മൂക്കിലേക്കും വലിച്ചു കയറ്റി. സത്യത്തിൽ നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ട, അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ യുവതലമുറയുടെ വളർച്ച മുരടിപ്പിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ആദ്യ ഉപയോഗത്തിൽ തന്നെ ഒരു വ്യക്തിയെ അടിമയാക്കുന്ന രീതിയിൽ മാരകമായ ലഹരികളും ഇന്ന് ചെറിയ കടകളിൽ പോലും ലഭ്യമാണ് എന്നുള്ളത് ഏറെ ദുഃഖമുളവാക്കുന്ന ഒരു സത്യമാണ്. ദൂഷ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങും മുൻപേ അത് അവരെ കീഴടക്കി കഴിഞ്ഞിരിക്കും. ചിന്തകളാണ് നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം ചിന്തകളെ സാരമായി ബാധിക്കുന്നത് നിമിത്തം വ്യക്തിത്വ വൈകല്യങ്ങളിൽ അവരിൽ ഉളവാകുന്നു. പഠനം എന്ന പ്രക്രിയ അവൻ മറന്നുപോകുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും തേങ്ങലുകൾ അവനിൽ അസ്വസ്ഥത വളർത്തുന്നു. എങ്ങനെയും പണമുണ്ടാക്കണം, ലഹരി വസ്തുക്കൾ കൈക്കലാക്കണം എന്ന ദുരവസ്ഥയിലേക്ക് അവൻ്റെ ജീവിതം അധപ്പതിക്കുന്നു. ഈ സാമൂഹിക വിപത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവതിയുവാക്കളെയും രക്ഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കൂട്ടായ ഒരു ശ്രമം ആവശ്യമുണ്ട്. മാതാപിതാക്കൾക്ക് ലഹരിയുടെ വിപത്തിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ കൊടുക്കുവാൻ സ്കൂൾ അധികാരികൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും കഴിയണം. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ലക്ഷ്യബോധം വളർത്തിയെടുക്കുന്നതും ലഹരിയോട് നോ പറയാൻ അവരെ പ്രാപ്തരാക്കും. മക്കളിലെ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്ന രീതിയിൽ അവരെ ബോധവൽക്കരിക്കാൻ അധികാരികൾ മുന്നിട്ടിറങ്ങണം. വിവിധ മാധ്യമ മേഖലകളിൽ പ്രവർത്തിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ ധാർമ്മികത നിലനിർത്താൻ നിയമങ്ങൾ ആവിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒന്നിച്ച് നേരിടേണ്ട വിപത്താണ് ലഹരിയുടെ ദുരുപയോഗം. അയൽപക്കത്തെ വീട്ടിലെ ഒരു പ്രശ്നമായി കാണാതെ എൻ്റെ നാടും നാട്ടുകാരും എൻ്റെ സ്വന്തമാണ് എന്ന വിശാലത നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും കൂടുതൽ സാമൂഹ്യവൽക്കരിക്കും. വീണതിനെ താങ്ങുന്ന, ചേർത്തുപിടിക്കുന്ന ഒരു സംസ്കാരം ഉടലെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി പ്രയത്നിക്കാം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ റോജി സെബാസ്റ്റ്യൻ.